ദേ ആർ ഡിഫറെൻറ്റ്. അവർ വ്യത്യസ്തരാണ്. അതുകൊണ്ട് ഒരു കാര്യത്തെയും എനിക്ക് സഹിക്കാനാവില്ല എന്ന് പറയരുത്. എനിക്കെല്ലാം ടോളറേറ്റ് ചെയ്യാനാവും. എനിക്ക് എല്ലാ സിറ്റുവേഷൻസിലും സ്റ്റേബിളായി ഇരിക്കാൻ കഴിയും. സാഹചര്യങ്ങൾ എന്നെ നിയന്ത്രിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. പകരം ഞാൻ സാഹചര്യങ്ങളിൽ ശക്തമായി നിലനിൽക്കും. ഐ ഓവർപവർ ദി സിറ്റുവേഷൻ. നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നാലാമത്തെ ശക്തി, ദ പവർ ടു അക്സെപ്റ്റ് ആസ് ദേ ആർ. എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകൾ വളരെ നോർമലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. ഇറ്റ്സ് നോർമൽ ടു എക്സ്പെക്റ്റ്. ഓരോ തവണയും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ ആവുമ്പോൾ എന്താണ് ഉണ്ടാവുക? പ്രതീക്ഷകൾക്കൊപ്പം എന്താണ് വരിക? വിഷമങ്ങൾ. വിഷമിക്കുമ്പോൾ നമ്മളെ തരം താഴ്ത്തി, അപമാനിച്ചു, ഇങ്ങനെയുള്ള ഫീലിങ്സും വരുന്നു. ഇനി പറയൂ, ആളുകളിൽ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുന്നത് നോർമലാണോ? മറ്റുള്ളവരിലും ഫാമിലിയിലും ഫ്രണ്ട്സിലും നമ്മൾ വയ്ക്കുന്ന എക്സ്പെക്റ്റേഷൻസ് ഏതെല്ലാമാണ്? ഐ എക്സ്പെക്റ്റ് ദാറ്റ് ദേ ലൈക്ക് മീ. അവർക്ക് എപ്പോഴും എന്നോട് ഇഷ്ടമുണ്ട്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് അവരെന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. കാരണം എനിക്കിഷ്ടമില്ലാത്ത പലതും അവർ ചെയ്യുന്നു. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലേ അവർ ചെയ്യേണ്ടത്. എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് എന്നവർ പറയും. ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ തിരിച്ചു പറയുക. ഇഷ്ടം, സ്നേഹം, റെസ്പെക്റ്റ് ഇതെല്ലാം പരിധിയിലുള്ള കാര്യങ്ങളായി മാറി. ആളുകൾ എന്നെ ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്നൊക്കെ അവരുടെ ചോയ്സാണ്. ദെയർ ചോയ്സ്. ഓരോരുത്തർക്കും അവരുടെ ചോയ്സസ് ഉണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് മ്യൂസിക്, ഡിഫറെൻറ്റ് ഫുഡ്, ഡിഫറെൻറ്റ് ക്ലോത്ത്സ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളും സംസ്കാരങ്ങളും ഡിഫറെൻ്റ് ആവുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളാണെന്ന് കരുതുക. വെരി ഹോണസ്റ്റ്. നിങ്ങൾ ഒരിക്കൽ പോലും നുണ പറയില്ല. നിങ്ങളുടെ കൂടെയുള്ള പലർക്കും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റി മറ്റുള്ളവർക്ക് പ്രോബ്ലംസായി മാറുന്നു. കാരണം നിങ്ങളുടെ ക്വാളിറ്റി അവരിലില്ല. ഇങ്ങനെ സംഭവിക്കാറില്ലേ? അവരെന്താണ് പറയുക? ഇദ്ദേഹത്തിന് ആത്മാർത്ഥത വളരെ കൂടുതലാണ്, അത് വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. ഹോണസ്റ്റി എൻ്റെ ഒരു ക്വാളിറ്റിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ അതേ ക്വാളിറ്റി എനിക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കുറച്ച് തിരിമറികളൊക്കെ ചെയ്യുന്നത് ഓക്കെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ബിലീഫ് സിസ്റ്റം അതാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യാൻ ഇഷ്ടമല്ലാത്തത്. കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നവരുടെ കൂടെ ജോലി ചെയ്യാനാണ് എനിക്ക് താല്പര്യമുണ്ടാവുക. ആളുകളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടേത് മാത്രമാണ്. ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. നോക്കൂ, ഇദ്ദേഹം വളരെ നല്ല സ്മാർട്ടായ ഒരു ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടീഷർട്ട് ഇഷ്ടമായോ? അതോ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഇഷ്ടമാവാതെയുണ്ടോ? അതെ, പലർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതാണ് ശരി. ദാറ്റ്സ് ദി പോയിന്റ്. നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ധരിക്കുന്നു. അല്ലാതെ എല്ലാവരും അത് തന്നെ ഇഷ്ടപ്പെടണം എന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ആർക്കും ഇഷ്ടമായില്ല, എന്നാൽ നിങ്ങൾ ഇതിൽ വളരെ കംഫർട്ടബിളാണ് എങ്കിൽ അത് അവരുടെ ഒപ്പീനിയനാണ് എന്നേ നിങ്ങൾ പറയുകയുള്ളൂ. അതുപോലെ തന്നെ പലരും എന്നെ ഇഷ്ടപ്പെടാതെയും ഇരിക്കും. ദറ്റ്സ് ഓക്കെ. ദെയർ ഒപ്പീനിയൻ. യെസ്, ഫിനിഷ്ഡ്. നോ പ്രോബ്ലം. അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതാകുന്നു. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഞാൻ എപ്പോഴും അവരോട് നന്നായി തന്നെ നിൽക്കുന്നു. എന്നാൽ ഞാൻ അവരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പ്ലീസ് ലൈക്ക് മീ, പ്ലീസ് റെസ്പെക്റ്റ് മീ, പ്ലീസ്
പ്ലീസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. നമ്മളെ ഇഷ്ടപ്പെടാൻ ഒരാൾ മാത്രമേ ആവശ്യമുള്ളൂ. മീ, മൈസെൽഫ്. അതാണ് പ്രധാനം. അപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷവാനായി ഇരിക്കും. ഇതത്രയ്ക്ക് സിമ്പിളാണ്. ജീവിതം അത്ര സിമ്പിളാണ്. ഇതല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ടീഷർട്ടിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും, ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും? ഞാൻ എത്ര ബുദ്ധിമുട്ടി തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ വളരെ നല്ല ഒരു ഡ്രസ്സ് ഇട്ട് ഒരു പാർട്ടിക്ക് പോകുന്നു. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ശരിയല്ലേ? നമ്മുടെ ഡ്രസ്സിനെ പറ്റി മറ്റുള്ളവർ നല്ലത് പറയുന്നത് കേൾക്കാനായി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും, അല്ലേ? അതെല്ലാവരും നല്ല ഭംഗിയുണ്ട്, വെരി പ്രെറ്റി എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ വാങ്ങിയത്. മറ്റുള്ളവരിൽ നിന്നുമുള്ള അംഗീകാരം. എല്ലാവരും നമ്മളെ അപ്രൂവ് ചെയ്യണമെന്ന ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും ആഴത്തിലുള്ള അഡിക്ഷൻ. എല്ലാവരും എന്നെ അപ്രൂവ് ചെയ്യണം, മറ്റുള്ളവർ എന്നെ അക്സെപ്റ്റ് ചെയ്യണം, എന്നെ അപ്രിഷിയേറ്റ് ചെയ്യണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം. ഇതാണ് അയൺ ഏജ്. കൈകൾ നീട്ടി യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യയുഗത്തിൽ, ഗോൾഡൻ ഏജിൽ എല്ലാം നൽകുന്നു. അഥവാ എനിക്ക് ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. എന്നിലുള്ള എല്ലാ നന്മകളെയും ഈ ലോകത്തിന് റേഡിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുകയല്ല, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. എക്സ്പെക്റ്റേഷൻസ് എന്നാൽ എന്താണ്? നിങ്ങൾ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആവണം. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാവുന്നു. മാത്രമല്ല, എൻ്റെ വിഷമങ്ങൾക്കു കാരണം നിങ്ങളാണ്. അതോടെ ബന്ധങ്ങൾ തകരാറിലാകുന്നു. അക്സെപ്റ്റൻസ് എന്നാൽ എന്താണ്? നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഒരു സെക്കൻഡ്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ നോക്കൂ. ഒന്ന് പരസ്പരം നോക്കുക. ബോഡി, കൺട്രി ലേബൽ അതൊന്നും നോക്കരുത്. ഇരുപുരികങ്ങൾക്കും നടുവിലേക്ക് നോക്കുക. അവിടെ ഒരു ആത്മാവുണ്ട്. വളരെ നീണ്ട യാത്ര ചെയ്തിട്ടുള്ള ഒരു ആത്മാവാണ് അത്. ഒരു ജന്മം, അതിനു മുൻപ് വേറൊരു ജന്മം, അതിനു മുമ്പ് വേറൊന്ന്. വെവ്വേറെ രാജ്യങ്ങൾ, വെവ്വേറെയുള്ള സാഹചര്യങ്ങൾ, പല പല മാതാപിതാക്കൾ, പല രീതിയിലുള്ള അന്തരീക്ഷങ്ങൾ, പലതരം അനുഭവങ്ങൾ, പല വിധത്തിലുള്ള കർമ്മങ്ങൾ, ഡിഫറെൻ്റ് റെക്കോർഡിങ്സ്. ഓരോ ആത്മാവിലും 1000-ഓ 2000-ഓ 3000-ഓ 5000-ഓ ഇത്രയൊക്കെ വർഷങ്ങളുടെ റെക്കോർഡിങ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേർക്കും വളരെ വ്യത്യസ്തങ്ങളായ റെക്കോർഡിങ്സ് ആണ് ഉള്ളത്. ഏതെങ്കിലും 2 ആത്മാക്കൾ ഒരുപോലെ തന്നെ ഉണ്ടാവുമോ? 2 CDs ഉണ്ട്. ഓക്കെ, 2 CDs ഉണ്ടെന്ന് കരുതുക. ഒരു ദിവസം ഈ 2 CDകളും വിവാഹിതരാകുന്നു. അവരിലുള്ള സോങ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവർ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് അവർ പരസ്പരം പറയുന്നു, നിങ്ങൾക്കെങ്ങനെ ഇതുപോലെയാവാൻ കഴിയുന്നു? ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരസ്പരം CDയിലുള്ള സോങ്സ് കോപ്പി ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ പരസ്പരം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആവണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കുറച്ചു വർഷം കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് മൂന്നാമതായി ഒരു CD കൂടി വരുന്നു. 9 മാസവും ഇതൊരു ബ്ലാങ്ക് CD ആണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ എഴുതാമെന്നാണ് നമ്മൾ വിചാരിക്കുക. ആർക്കും അങ്ങനെ ഒരു ബ്ലാങ്ക് CD കിട്ടിയിട്ടില്ല. കാരണം ആ കുഞ്ഞ് ഒരു നീണ്ട യാത്ര ചെയ്തു വന്ന ആത്മാവാണ്. ഓൾറെഡി കമ്മിങ് വിത്ത് എ പാസ്റ്റ്. ഓരോരുത്തരിലും ധാരാളം റെക്കോർഡിങ്സ് ഉണ്ട്. പ്രതീക്ഷകൾ ഒരിക്കലും സ്നേഹമല്ല. അക്സെപ്റ്റ് ദെം ദ വേ ദേ ആർ. കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ധാരാളം ഫ്ലഡ്സ് ഉണ്ടായി. ചില ആത്മാക്കൾ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് അവരുടെ ശരീരം ഉപേക്ഷിച്ചു. ഒരു ഫ്ലഡിൽപ്പെട്ട് ഒരാൾ ശരീരം ഉപേക്ഷിക്കുന്നു. ആ ആത്മാവ് തൻ്റെ കൂടെ കൊണ്ടുപോകുന്ന അനുഭവം എന്തായിരിക്കും? എങ്ങനെയുള്ള അനുഭവമാണ് ആത്മാവ് തൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നത്?
ഭയം. പിന്നെ അവർക്കുണ്ടായിരുന്നതെല്ലാം, വീട്, കാറ് എല്ലാം പോകുന്നു. ഫാമിലി കൈവിട്ടു പോകുന്നു. ഇതായിരിക്കും ആ ആത്മാവിൻ്റെ അവസാനത്തെ റെക്കോർഡിംഗ്. ഒറ്റയ്ക്കാവുന്നത്. ഭയം. ആളുകളെ നഷ്ടപ്പെടുമോ എന്ന ഭയം. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടി. അതുമാത്രമല്ല, വെള്ളത്തിനെ പേടി. ഇതും അവരിൽ ഉണ്ടാവും. ഫിയർ ഓഫ് വാട്ടർ. അവർ ഇവിടെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ഈ ശരീരം ഉപേക്ഷിച്ച് ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ബേബി ബോൺ. നാഷണൽ ലെവൽ സ്വിമ്മേഴ്സ് ആയിട്ടുള്ള മാതാപിതാക്കൾക്കാണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ കുട്ടി ഇൻ്റർനാഷണൽ ലെവൽ സ്വിമ്മർ ആവണമെന്ന് അവർ ഓൾറെഡി വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞു. ഈ കുട്ടി സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും റെഡിയല്ല. വെള്ളം കണ്ടാൽ തന്നെ ആ കുട്ടി പാനിക്കാവുന്നു. പേരൻസ് എന്താണ് പറയുക? ഐ എക്സ്പെക്ട് മൈ ചൈൽഡ് ടു ബി എ സ്വിമ്മർ. ഈ ആത്മാവ് ഫ്ലഡിൽ ശരീരം ഉപേക്ഷിച്ചതാണ് എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവരെന്താണ് പറയുക? അപ്പോൾ പിന്നെ വെള്ളത്തിനോട് പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. ചേഞ്ച്. ഷിഫ്റ്റ് ഫ്രം എക്സ്പെക്റ്റേഷൻസ് ടു അക്സെപ്റ്റൻസ്. ഇത് എൻ്റെ കുട്ടി മാത്രമല്ല. ഈ കുട്ടിയിലെ ആത്മാവ് ഒരു നീണ്ട യാത്രയിലൂടെയാണ്. ഒപ്പം ഒരു പാസ്റ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളത്തിനോടുള്ള പേടിയിൽ നിന്നും ഷിഫ്റ്റ് ആകുന്നു. പലർക്കും കൂടെ ജീവിക്കുന്നവരെ വിശ്വാസമുണ്ടാവില്ല. കാരണം വിശ്വസിച്ചിരുന്നവരൊക്കെ വിഷമങ്ങൾ നൽകിയ ഒരു പാസ്റ്റ് അവർക്കുണ്ടാവും. ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ള ആളുകളുമുണ്ട്. കാരണം വളരെ കൺട്രോൾഡായും ഡോമിനേറ്റഡായും ജീവിച്ച അനുഭവമാണ് അവർക്കുള്ളത്. അങ്ങനെ എല്ലാവരും പല സംസ്കാരങ്ങളും കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നും മാറി എക്സെപ്റ്റ് ചെയ്യുന്നതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഐ അക്സെപ്റ്റ് യു ആസ് യു ആർ. ഇനി എന്നിൽ നിന്നും സ്നേഹവും സഹാനുഭൂതിയും നിങ്ങളിലേക്ക് റേഡിയേറ്റ് ആവുന്നു. അത് നിങ്ങളുടെ പഴയ മുറിവുകളെ ഉണക്കാൻ സഹായിക്കും. അല്ലാതെ അവരെ ആ മുറിവുകൾക്കൊപ്പം ജീവിക്കാൻ അനുവദിക്കുകയല്ല വേണ്ടത്. വെള്ളത്തിനോട് പേടിയുള്ള ആളെ ജീവിതം മുഴുവനും ആ ഭയത്തോടൊപ്പം ജീവിക്കാൻ പറയുകയല്ല. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അവരെ കളിയാക്കുകയോ വിമർശിക്കുകയോ അവരെ ഓർത്ത് വിഷമിക്കുകയോ ചെയ്യരുത്. ദേ ആർ ക്യാരിയിങ് എ പാസ്റ്റ്. Acceptance is normal. So, power to withdraw, power to let go, power to tolerate, power to accept. അഞ്ചാമത്തെ പവർ, the power to discern. Power to discern what is right and what is wrong. ആളുകളെ കാണുമ്പോഴും ഒരു സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ എന്താണ് കാണുന്നത്? എന്താണോ വിസിബിൾ ആയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കുക. ഒരാളിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം എന്തായിരിക്കും? ചിലർ മറ്റുള്ളവരുടെ ഡ്രസ്സാണ് ശ്രദ്ധിക്കുക. ചിലർ മറ്റുള്ളവരുടെ ഷൂസ് ശ്രദ്ധിക്കുന്നു. ചിലർ ഇത് രണ്ടുമല്ല, മുന്നിലുള്ള ആളുടെ ഹാൻഡ് ബാഗാണ് നോക്കുക. മറ്റു ചിലർ മുഖം ശ്രദ്ധിക്കും. എന്നാൽ ആളുകളുടെ വൈബ്രേഷൻസിനെ ഫോക്കസ് ചെയ്യാനാണ് സ്പിരിച്വാലിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വ്യക്തിയെ കണ്ടതിന് ശേഷം നിങ്ങൾ ഫീൽ ചെയ്ത വൈബ്രേഷൻ എങ്ങനെയുള്ളതാണ്? വാട്ട്സ് ദി എനർജി? നേരിട്ട് കാണുന്ന കാര്യങ്ങളിൽ നിന്നും ഷിഫ്റ്റായി ഇൻവിസിബിളായി ഫീൽ ചെയ്യാൻ മാത്രം കഴിയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ആളുകളുടെ വൈബ്രേഷൻസിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ എന്താണ് എനിക്ക് നല്ലത്, എന്താണ് അപകടമെന്ന് മനസ്സിലാവാൻ തുടങ്ങുന്നു. Can we feel vibrations from people? Yes, we all can. ഇത് ഒരു പെർമനൻ്റ് എക്സ്പീരിയൻസ് ആയി നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ തവണയും മനസ്സിലാവണം. അല്ലാതെ ഇത് എപ്പോഴെങ്കിലുമല്ല,
അവരുടെ ഉള്ളിലെ ഇൻറ്റൻഷൻസ് മനസ്സിലാക്കാൻ കഴിയണം. ഒരു സ്ഥലത്തേക്ക് പോയാൽ ആദ്യം അവിടെ നിന്നും എന്ത് വൈബ്രേഷനാണ് എനിക്ക് കിട്ടുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളെ നോക്കാം. ഈ സ്ഥലത്ത് നിന്നും എനിക്ക് കിട്ടുന്ന എനർജി എന്താണ്? നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങാൻ പോകുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് കരുതൂ. വീടിനകത്തേക്ക് കയറിയാലുടൻ റൂംസ് എവിടെയാണ്, ഇൻറ്റീരിയർ, അതൊന്നുമല്ല നോക്കേണ്ടത്. ഇവിടെ എനിക്ക് എന്ത് വൈബ്രേഷനാണ് ഫീൽ ചെയ്യാനാകുന്നത്? അങ്ങനെ നമ്മുടെ ശ്രദ്ധ പുറമേ നിന്നും ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് മാറുന്നു. ഫ്രം ഫിസിക്കൽ ടു വൈബ്രേഷൻ. പിന്നെ നമുക്ക് എപ്പോഴും ശരിയായ കാര്യങ്ങൾ ചൂസ് ചെയ്യാനാവും. ഇനി ആറാമത്തെ പവർ ടു ഡിസൈഡ്. നിർണയശക്തി അഥവാ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി. ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനായാൽ പിന്നെ നമ്മുടെ തീരുമാനങ്ങളും ശരിയായിരിക്കും. അഞ്ചാമത്തെ ശക്തി പവർ ടു ഡിസേൺ, ആറാമത്തെ ശക്തി പവർ ടു ഡിസൈഡ്. പലപ്പോഴും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? 1, നമ്മൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നു. 2, മറ്റുള്ളവർ വന്ന് നമ്മളോട് തീരുമാനങ്ങൾ എടുക്കാൻ സഹായം തേടുന്നു. ഞാൻ എന്തു ചെയ്യണം? ഞാൻ എന്തു ചെയ്യണമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇങ്ങനെ ചോദിക്കുന്നു. ശ്രദ്ധിക്കുക, ആളുകൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കരുത്. കാരണം അവരുടെ തീരുമാനങ്ങൾ അവരുടെ കർമ്മങ്ങളായി മാറുന്നു. ആ കർമ്മത്തിൻ്റെ ഫലങ്ങളെ അവർ സ്വന്തം കപ്പാസിറ്റിക്കനുസരിച്ചാണ് അനുഭവിക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ കർമ്മ കണക്കുകളുടെ ഇടയിൽ പെടുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ദിവസവും 5 മൈൽ നടക്കുന്നു. അത് നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾ അത്രയ്ക്ക് ഹെൽത്തിയാണ്, സ്ട്രോങ് ആണ്. നിങ്ങൾ ആ സ്റ്റാമിന ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ എത്ര സമയം എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് മറുപടി പറയുക? 5 മൈൽ നടക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ പറയും ദിവസവും 5 മൈൽ നടക്കും. എൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് തിരിച്ചറിയാതെ നിങ്ങൾ എനിക്ക് ഡയറക്ഷൻ തരുന്നു. 1/2 മൈൽ നടന്നാൽ തന്നെ ഞാൻ വീഴുന്നു, എനിക്ക് പരിക്കു പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആ കാർമിക് അക്കൗണ്ടിൻ്റെ ഭാഗമായി മാറുന്നു. കാരണം എൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് അറിയാതെ നിങ്ങളാണ് എനിക്ക് ഡിസിഷൻ തന്നത്. ഞാൻ ഈ വിവാഹബന്ധത്തിൽ കണ്ടിന്യൂ ചെയ്യണോ അതോ വേർപിരിയണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ ആളുകൾ നിങ്ങളോട് വന്ന് ചോദിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി വളരെ വേഗം തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയും. നിനക്ക് എങ്ങനെ ഇയാളുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നു? നിനക്ക് പോയിക്കൂടെ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അവനവനു വേണ്ടിയുള്ള ഡിസിഷൻസ് മാത്രം എടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്നതിന് മുൻപ് 30 സെക്കൻഡ് ചിന്തിക്കുക. നത്തിങ്, മൂവ് ഔട്ട്. ഇതെല്ലാം പറയുന്നതിന് മുൻപ് വളരെയധികം ശ്രദ്ധിക്കണം. ബി വെരി കെയർഫുൾ. സ്വന്തം ഡിസിഷൻസ് മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് ഇന്നത്തെ ആളുകൾക്കിഷ്ടം. അപ്പോൾ അവർക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കേണ്ടതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നില്ല. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് സ്വന്തം ഡിസിഷൻസ് എടുക്കേണ്ടത്. കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർ തന്നെയാണ് അനുഭവിക്കേണ്ടത്. സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരെ ശക്തിശാലികളാക്കുക, ഉപദേശങ്ങൾ നൽകുക. എന്നാൽ തീരുമാനങ്ങൾ അവർ തന്നെ എടുക്കണം. എന്നാലേ അവർക്ക് സ്വന്തം കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ അതിൻ്റെ അനന്തരഫലങ്ങൾ അവർക്ക് ഡിഗ്നിറ്റിയോടെ ഫേസ് ചെയ്യാനും കഴിയുകയുള്ളൂ. നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് റിലേഷൻഷിപ്പിൽ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കേണ്ടി വന്നത്. ഞാൻ ഈ ജോബിൽ സ്റ്റക്കായി, ഈ രാജ്യത്ത് ഞാൻ സ്റ്റക്കായി നിൽക്കേണ്ടി വന്നത് നിങ്ങൾ കാരണമാണ് എന്നൊന്നും പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം ഓരോ തവണ അവർ നമ്മളെ പഴിക്കുമ്പോഴും നമ്മളും ആ കാർമിക് അക്കൗണ്ടിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ശരിയും തെറ്റും മനസ്സിലാക്കുമ്പോൾ ശരിയായ നിർണയങ്ങൾ എടുക്കുന്നത് വളരെ ഈസിയാവുന്നു. ഓരോ തവണയും ഡിസിഷൻസ് എടുക്കുമ്പോഴും ഈ ഡിസിഷൻ എൻ്റെ സോൾ പവർ വർദ്ധിപ്പിക്കുമോ എന്ന് നോക്കണം. ഇതിന് പ്രാധാന്യം കൊടുക്കണം. ഡസ് ദിസ്
ഡിസിഷൻ ഇൻക്രീസ് സോൾ പവർ. ഇതാവണം നിങ്ങളുടെ ഡിസിഷൻ്റെ ക്രൈറ്റീരിയ. ഞാൻ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, ഞാൻ എന്ത് കാണണം, എന്ത് വായിക്കണം, എവിടെ താമസിക്കണം, ഞാൻ എവിടെ വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നീ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഡിസിഷൻസ് പോലും നമ്മുടെ സോൾ പവർ അഥവാ ആന്തരിക ശക്തിയെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. എൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനം എൻ്റെ ആന്തരിക ശക്തിയെ കുറയ്ക്കുന്നതാണെങ്കിൽ ആ തീരുമാനം എനിക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കണം. ചില ഡിസിഷൻസ് ഷോർട്ട് ടേമിൽ ശരിയാണെന്ന് തോന്നും, എന്നാൽ ലോങ് ടേമിൽ അവ എനിക്ക് നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് ഇത് എൻ്റെ സോൾ പവർ വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നു എന്ന് പറയേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. ദിസ് ഈസ് എ വിക്ടിം ലൈഫ്. ഐ ആം എ വിക്ടിം. ഐ ഹാഡ് നോ ചോയ്സ്. അതുകൊണ്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ചോയ്സ് ഇല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഭയം കൊണ്ടാവാം, ധൈര്യമില്ലാത്തത് കൊണ്ടാവാം. പക്ഷേ നമ്മളാണ് അത് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത്. ഇത് മനസ്സിൽ റെക്കോർഡ് ചെയ്യണം. ഐ ചൂസ് ദിസ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ജോബിൽ സ്റ്റക്കായി, എനിക്ക് വേറെ ചോയ്സ് ഇല്ല. ഇവരുടെ കൂടെ സ്റ്റക്കായി, എനിക്ക് വേറെ ചോയ്സ് ഇല്ല. ഞാൻ എൻ്റെ വാല്യൂസിൽ കോംപ്രമൈസ് ചെയ്തു. ഐ ഹാവ് നോ ചോയ്സ്. അതോടെ അതൊരു തെറ്റായ തീരുമാനമായി മാറുന്നു. ഐ ഹാവ് എ ചോയ്സ്. ഐ ചൂസ്. ഈ സ്ഥാനത്ത് ഇരിക്കാൻ ഞാൻ ചൂസ് ചെയ്തതാണ്. ഞാൻ ഇവരോടൊപ്പമുള്ള ജോലി സ്വയം തിരഞ്ഞെടുത്തതാണ്. വേറെ ജോലി കിട്ടാത്തത് കൊണ്ടാവാം, അതുകൊണ്ടാവാം ഞാനിത് ചൂസ് ചെയ്തത്. ബട്ട് ഐ എം ചൂസിങ്. ഞാനൊരു മാസ്റ്ററിനെ പോലെ, അധികാരിയെ പോലെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ ഒരു കുറ്റവാളിയെ പോലെയോ ചതിക്കപ്പെട്ടവനെ പോലെയോ അല്ല. എന്തെങ്കിലും കാര്യങ്ങൾക്ക് എനിക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഐ ചൂസ് ദിസ്, ഞാനാണ് ഇത് തിരഞ്ഞെടുത്തത് എന്നാക്കി ചേഞ്ച് ചെയ്യണം. ഐ ചൂസ് ദിസ്. പലപ്പോഴും ആളുകൾ അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ വർഷങ്ങളോളം നിൽക്കാറുണ്ട്. ഇങ്ങനെയൊരു ജീവിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ ആരെങ്കിലും അവരോട് പറഞ്ഞാലും അവർ എന്താണ് പറയുക? ഐ ഹാവ് നോ ചോയ്സ്. വിക്ടിം ഫീലിംഗ്. ഈ ഒരു ഫീലിങ്ങിൻ്റെ സ്വാധീനം നമ്മൾ അനേക ജന്മങ്ങളിലേക്കും കൂടെ കൊണ്ടുപോകും. സോ റെക്കോർഡ് കറക്റ്റ്. ദ സെവൻത് പവർ ഈസ് ദ പവർ ടു ഫേസ്. വളരെ ശുദ്ധവും ശാന്തവുമായ ആത്മാക്കൾ എല്ലാ സിറ്റുവേഷൻസിലും പോസിറ്റീവായിരിക്കും. എല്ലാവരോടും വളരെ ദയയോടെ വളരെ നന്നായി നിൽക്കുക തന്നെ ചെയ്യും. അവർക്ക് മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിയും ഉണ്ടാവും. എന്നാൽ സത്യത്തിന് വിരുദ്ധമായ എന്തെങ്കിലും നടക്കുന്നത് കണ്ടാൽ നമുക്ക് അതുമായി അഡ്ജസ്റ്റ് ചെയ്യാനോ ടോളറേറ്റ് ചെയ്യാനോ കഴിയില്ല. നമ്മൾ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യും. ശരിയായ കാര്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളും. എന്തിനെയാണ് ടോളറേറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലരുടെ സ്വഭാവത്തെയും സംസ്കാരത്തെയും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ സത്യതയില്ലാത്ത കാര്യങ്ങൾ, വീടുകളിൽ ഉണ്ടാവുന്ന ഉപദ്രവങ്ങൾ, വിഷമതകൾ, ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ ടോളറേറ്റ് ചെയ്യാനോ പറ്റില്ല. അവിടെയാണ് നമുക്ക് നേരിടാനുള്ള ശക്തി അഥവാ പവർ ടു ഫേസ് ആവശ്യമായിട്ടുള്ളത്. എപ്പോൾ മൗനം പാലിക്കണം, എപ്പോൾ ശബ്ദമുയർത്തണമെന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. സോ പവർ ടു വിഡ്രോ, പവർ ടു ലെറ്റ് ഗോ, പവർ ടു ടോളറേറ്റ്, പവർ ടു accept, power to discern what is right and wrong, power to decide, power to face. അവസാനത്തെ ശക്തിയാണ് ദ പവർ ടു കോപ്പറേറ്റ്. ആത്മീയ പഠനവും മെഡിറ്റേഷനും ഡെയിലി ബേസിസിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവനവനെ എനർജൈസ് ചെയ്യാൻ തുടങ്ങുകയും നമ്മുടെ വൈബ്രേഷൻസിനെ ഉയർത്തുകയും ചെയ്യുന്നു.
നമ്മുടെ ശുദ്ധമായ വൈബ്രേഷൻസ് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ശക്തിശാലിയാക്കുന്നു. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടും സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. വൈബ്രേഷൻസ് ഹീൽ ദി വേൾഡ്. അങ്ങനെ നമ്മൾ എല്ലാവരുമായി സഹകരിച്ച് വളരെ സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കുന്നു. നമ്മൾ ആരുമായും മത്സരിക്കുന്നില്ല. താരതമ്യങ്ങളോ മത്സരങ്ങളോ അല്ല. സഹകരണമാണ് നമ്മുടെ വ്യക്തിത്വം. ഷെയറിങ്, കെയറിങ്, കോപ്പറേറ്റിംഗ്. എല്ലാ എനർജികളും വളരെ ഐക്യത്തോടെ നിൽക്കുന്നു. അല്ലാതെ എനർജീസ് എതിരാവരുത്. ഒരു കോമ്പറ്റീഷൻ പോലെ ജീവിതം ജീവിക്കുമ്പോൾ അതിൽ മുഴുവനായും സ്ട്രെസ്സാണ് ഉണ്ടാവുക. ജീവിതം പരസ്പരം പങ്കുവയ്ക്കാനും സാന്ത്വനിപ്പിക്കാനും ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ളതാണ്. കോമ്പറ്റീഷൻ ആരെയും സന്തോഷമായിരിക്കാൻ അനുവദിക്കില്ല. നമ്മൾ എല്ലാവരും സ്വന്തം കർമ്മങ്ങളും സ്വന്തം ഭാഗ്യവും കൊണ്ടുള്ള ഒരു യാത്രയിലാണ്. നമ്മൾ പരിശ്രമിക്കുന്നു. അവയുടെ ഫലങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, ഈ യാത്രയിൽ മറ്റുള്ളവരുടെ ബ്ലെസ്സിങ്സും നമുക്ക് ആവശ്യമുണ്ട്. മറ്റുള്ളവരുമായി സഹകരിക്കുന്ന ഒരാൾ ധാരാളം ആശീർവാദങ്ങൾ നേടുന്നു. മറ്റുള്ളവരുമായി സഹകരിച്ച് നിൽക്കാത്തവർക്ക് എപ്പോഴും ബ്ലെസ്സിങ്സിൻ്റെ ഓപ്പോസിറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുക. എന്നേക്കാളധികം മറ്റുള്ളവർ അച്ചീവ് ചെയ്യുമ്പോഴും സന്തോഷിക്കുക. മറ്റുള്ളവരെ മുന്നേറാൻ സഹായിക്കുക. അങ്ങനെയുള്ളവർക്ക് ഭയമോ അരക്ഷിതത്വമോ ഉണ്ടാവില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ കർമ്മങ്ങളും ഭാഗ്യവും ഉണ്ട്. ആത്മാവ് എനർജൈസ്ഡ് ആവുമ്പോൾ ഭയം ഇല്ലാതാവുന്നു. കാരണം ജീവിതം അച്ചീവ്മെൻറ്റ്സിൽ ഡിപ്പെൻഡഡ് അല്ല. അതുകൊണ്ട് അവർ എപ്പോഴും ഹാപ്പിയായി ഇരിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരോട് സഹകരിക്കുന്നതും വളരെ ഈസിയായി മാറുന്നു. ഇവയെല്ലാമാണ് ആത്മാവിൻ്റെ 8 ശക്തികൾ. പവർ ടു വിഡ്രോ ഫ്രം സിറ്റുവേഷൻസ് അഥവാ സാഹചര്യങ്ങളിൽ നിന്നും വേറിടാനുള്ള ശക്തി. കഴിഞ്ഞ കാലത്തെ വിട്ടുകളയാനുള്ള ശക്തി. പല പല ശീലങ്ങളെയും പെരുമാറ്റങ്ങളെയും സഹിക്കാനുള്ള ശക്തി. മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെയും കർമ്മങ്ങളെയും യാതൊരു മുൻവിധികളുമില്ലാതെ അംഗീകരിക്കാനുള്ള ശക്തി. ശരിയും തെറ്റുമായ വൈബ്രേഷൻസിനെ തിരിച്ചറിയാനുള്ള ശക്തി. സ്വന്തം തീരുമാനങ്ങളുടെ പരിപൂർണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ശക്തി. ഇത് എൻ്റെ ചോയ്സാണ്. ഞാനാണ് ഈ തീരുമാനം എടുത്തത്. ഇതെൻ്റെ കർമ്മമാണ്. ഇതിൻ്റെ ഫലങ്ങളെയും ഞാൻ തന്നെ ഫേസ് ചെയ്യും. നേരിടാനുള്ള ശക്തി. പവർ ടു ഫേസ്. സത്യവിരുദ്ധമായ കാര്യങ്ങളെ എതിരിടാനുള്ള ശക്തി. എൻ്റെ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായ ഒന്നിനും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ അനീതിയോട് അഡ്ജസ്റ്റ് ചെയ്യില്ല. പിന്നെ അവസാനമായി പവർ ടു കോപ്പറേറ്റ്. ഞാൻ പ്രകൃതിയോടും ആളുകളോടും വളരെ ഐക്യത്തോടെ ഇരിക്കുന്നു. ഐക്യം നമുക്ക് സന്തോഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. ഈ 8 ശക്തികളെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആത്മാവാകുന്ന ബാറ്ററി ചാർജ്ഡ് ആവുന്നു. എനിക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഒന്നിനെക്കുറിച്ചും പറയരുത്. ഒരിക്കലും പറയരുത്. രാവിലത്തെ ഒരു കാപ്പി അല്ലെങ്കിൽ ചായ ഇതില്ലെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് ജീവിക്കാനാവും? രാവിലെ ഒരു ചായയോ കാപ്പിയോ കിട്ടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. ഇനി നമുക്ക് ഈ വരികളെ ഒന്ന് മാറ്റാം. കാപ്പിയും ചായയും ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. എന്നാൽ അതേക്കുറിച്ച് പറയുന്ന ലൈനിനെ ഒന്ന് മാറ്റാം. ഐ എൻജോയ് മൈ മോർണിംഗ് ടീ ഓർ കോഫി എന്നാക്കി മാറ്റാം. അല്ലാതെ ഐ കനോട്ട് ലീവ് വിത്തൗട്ട് മൈ മോർണിംഗ് ടീ ഓർ കോഫി എന്നല്ല. ഈ 2 ലൈൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എനിക്കിതില്ലാതെ ജീവിക്കാനാവില്ല എന്ന് പറയുമ്പോൾ ആ ചെറിയൊരു കപ്പ് ചായ, ഈ ചായ പോലും എൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നു. അത് എന്നേക്കാൾ പവർഫുൾ ആണ് എന്ന് നമ്മൾ സ്വയം അംഗീകരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ഇങ്ങനെ പറയരുത്. ഏതെങ്കിലും ഒരു രാജ്യത്തിനെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ ഐ കനോട്ട് ലീവ് വിത്തൗട്ട് എന്ന് പറയരുത്.
ഇങ്ങനെ പറയുന്നത് തന്നെ എന്നെ പവർലെസ് ആക്കും, ശക്തിഹീനനാക്കും, വളരെ ദുർബലമാക്കും. ആ വസ്തുവോ വ്യക്തിയോ ഗാഡ്ജറ്റോ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങും. അങ്ങനെ രാവിലെ ചായയോ കാപ്പിയോ കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ അപ്സെറ്റ് ആവാൻ തുടങ്ങും. എന്നാൽ ഞാൻ രാവിലത്തെ ചായയും കാപ്പിയും എൻജോയ് ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യാനാവില്ല. ഇതിനു പകരം അതില്ലാതെ ജീവിക്കാനാവില്ല എന്നാണെങ്കിൽ ഞാൻ തീർച്ചയായും ഡിസ്റ്റർബ്ഡ് ആവുക തന്നെ ചെയ്യും. കിട്ടാത്ത ദിവസം ഞാൻ എന്തായാലും ഡിസ്റ്റർബ്ഡ് ആവും. സോ നോ ഡിപ്പെൻഡൻസി. ഡിപ്പെൻഡൻസീസ് മേക്ക് അസ് വീക്ക്. 5 മിനിറ്റ് ഫോണിൽ വൈഫൈ കിട്ടിയില്ലെങ്കിൽ എന്താണ് തോന്നുക? അപ്പോൾ മനസ്സ് കൈവിട്ടു പോകരുത്. വൈഫൈ ഇല്ല, കണക്ടിവിറ്റി ഇല്ല, ഇങ്ങനെ തോന്നാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് വീക്കാവുന്നു. ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാം, എന്നാൽ നിങ്ങളായിരിക്കണം അതിൻ്റെ മാസ്റ്റർ. അല്ലാതെ ഗാഡ്ജറ്റിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്. വി യൂസ് ദി ഗാഡ്ജറ്റ്, സോ വി കൺട്രോൾ ദി ഗാഡ്ജറ്റ്. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ഗാഡ്ജറ്റ് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ അതിൽ സിനിമ കാണാൻ തുടങ്ങും, സീരീസ് കാണാൻ തുടങ്ങും. ഉറങ്ങേണ്ട സമയമായാലും നിങ്ങൾ ഉറങ്ങാതെ അത് കണ്ടുകൊണ്ടിരിക്കും. ഇത് മുഴുവൻ കണ്ടു തീരാതെ എനിക്ക് ഉറക്കം വരില്ല എന്നാണ് നിങ്ങൾ പറയുക. അപ്പോൾ ശരിക്കും നമ്മൾ മൂവി എൻജോയ് ചെയ്യുകയല്ല, മൂവി നമ്മളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്, ഓവർ പവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ധാരാളം വസ്തുക്കൾക്കും സിറ്റുവേഷൻസിനും ആളുകൾക്കുമൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞു. അതിലൂടെ നമ്മൾ വീക്കായി മാറി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി നോക്കാം. നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരോടും ഒന്നിച്ച് ജീവിക്കുന്നവരോടും നമുക്ക് അതിലില്ലാത്ത അക്സെപ്റ്റൻസും സ്നേഹവുമാണ് ഉള്ളത്. അല്ലാതെ എനിക്ക് ഇതില്ലാതെ ജീവിക്കാനാവില്ല എന്ന് ഒരിക്കലും പറയരുത്. ഇത് അറ്റാച്ച്മെൻ്റ് ആണ്, അല്ലാതെ സ്നേഹമല്ല. എനിക്ക് മരുന്നുകൾ ആവശ്യമാണ്, അത് ഞാൻ കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതില്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു ലൈൻ പറഞ്ഞാൽ അത് ഇവിടെ റെക്കോർഡഡ് ആവുന്നു. ഒരു കാര്യത്തിനു വേണ്ടി ഒരു ലൈൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈൻ മറ്റു പല കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലാൻ തുടങ്ങും. ഞാൻ കൃത്യമായി എൻ്റെ മരുന്നുകൾ ദിവസവും 3 നേരം കഴിക്കും, ജീവിതകാലം മുഴുവനും കഴിക്കും. എനിക്ക് മരുന്നുകളുടെ ആവശ്യമുണ്ട്. അല്ലാതെ എനിക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയരുത്. ഇതൊരു സോങ് പോലെയാണ്. ഒരു സിറ്റുവേഷന് വേണ്ടി പ്ലേ ചെയ്ത ഈ സോങ് മറ്റു പല കാര്യങ്ങളിലും പ്ലേ ആവും. ഹെൽത്തി അല്ലാത്ത ഏത് സാധനവും, ഭക്ഷണ സാധനമോ ഡ്രിങ്ക്സോ, അങ്ങനെ നമുക്ക് ഹെൽത്തി അല്ലാത്ത എന്തിനേയും ഒഴിവാക്കാനുള്ള ശക്തി നമ്മുടെ ഒരൊറ്റ തോട്ടിൽ തന്നെയുണ്ട്. ഔട്ട്, ഫ്രം ടുഡേ ഫിനിഷ്ഡ്. ആളുകൾക്ക് പലതും ക്വിറ്റ് ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ എനിക്ക് അതിനാവുന്നില്ല എന്ന് പറയുകയും ചെയ്യും. പറ്റില്ല എന്ന് പറയുന്നത് സത്യമല്ല. എനിക്ക് ഇത് വിടാൻ ആഗ്രഹമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇത് വിടാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നത് ശരിയാണ്. അല്ലാതെ എന്നെ കൊണ്ട് ഇതിൽ നിന്ന് മുക്തമാവാനാവില്ല എന്ന് പറയുന്നത് സത്യമല്ല. ദാറ്റ്സ് നോട്ട് ട്രൂ. ഈ ഒരാഴ്ച മുഴുവനും നമ്മളെല്ലാവരും ഹൈ വൈബ്രേഷൻ ഫുഡാണ് കഴിച്ചത്. മനസ്സ് ശാന്തമായി ഇരിക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയ പങ്കുണ്ട്. സിമ്പിൾ മീൽ ബട്ട് ഹൈ വൈബ്രേഷൻ മീൽ. നമ്മൾ എപ്പോഴും ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിലെ പോഷകങ്ങളെയാണ് നോക്കാറുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റമിൻസ്, പ്രോട്ടീൻസ്. എന്നാൽ ഇവിടെ എത്ര സ്നേഹം, എത്ര ശാന്തി, എത്ര ശക്തി എന്നിവയാണ് നമ്മൾ ഭക്ഷണത്തിന് നൽകുന്നത് എന്നാണ് നോക്കുക. ഭക്ഷണം ഉണ്ടാക്കുന്നവർ അപ്സെറ്റായും ദേഷ്യത്തോടെയുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരിക്കലും സ്വീകരിക്കരുത്. റിജക്റ്റ് ഇറ്റ്. അങ്ങനെ നമ്മൾ ന്യൂട്രീഷണൽ വാല്യൂ മാത്രമല്ല ഭക്ഷണത്തിലെ വൈബ്രേഷനെയും ചെക്ക് ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ വൈബ്രേഷൻ, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തെ വൈബ്രേഷൻ, ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം നമ്മൾ അതിനോടൊപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നു.
പിന്നെ അത് കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം, അപ്പോൾ മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നത്. ഫുഡ് ഹാസ് എ ഡയറക്റ്റ് ഇഫക്റ്റ് ഓൺ ദി മൈൻഡ്. വി ആർ വാട്ട് വി ഈറ്റ്. വി ആർ വാട്ട് വി ഈറ്റ്. നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ ശരീരത്തിൽ ഡയറക്റ്റായി ഇഫക്റ്റ് ആവുന്നതിന് മുൻപ് അവ നമ്മുടെ മനസ്സിനെ ഇഫക്റ്റ് ചെയ്യുന്നു. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ജേസ അന്ന വേസ മൻ. അന്നം എന്നാൽ ഭക്ഷണം, മനം എന്നാൽ മനസ്സ്. ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ, നമ്മുടെ പുരാതനമായ സംസ്കാരത്തിൽ തന്നെ ഭക്ഷണത്തിന് മനസ്സിനെ ഡയറക്റ്റായി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ അത് ആദ്യം ശരീരത്തിനെ അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫുഡ് ഇമ്പാക്ട്സ് ദി മൈൻഡ്. പിന്നെയാണ് മനസ്സ് ശരീരത്തെ സ്വാധീനിക്കുന്നത്. ഫുഡ് ഇമ്പാക്ട്സ് ദി മൈൻഡ്. ഇവിടെ നിന്നും തിരിച്ചു പോയാലും ഹൈ വൈബ്രേഷണൽ ഫുഡ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഹൈ വൈബ്രേഷൻ മീൽസ് എന്നാൽ വെജിറ്റേറിയൻ ഫുഡ്. വെജിറ്റേറിയൻ ഫുഡ് എന്നാൽ അതിൽ വേദനയുടെ എനർജി ഉണ്ടാവില്ല, അതിൽ ആരുടെയും നിസ്സഹായതയുടെ ഫീലിങ്സ് ഉണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല. അതിൽ അക്രമങ്ങളുടെ എനർജി ഉണ്ടാവില്ല, മരണത്തിൻ്റെ എനർജിയും ഉണ്ടാവില്ല. ഹൈ വൈബ്രേഷൻ. രണ്ടാമതായി, ഭക്ഷണം വളരെ ശാന്തമായ ഒരു മാനസിക സ്ഥിതിയിലാവണം ഉണ്ടാക്കേണ്ടത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, മന്ത്രങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളുടെ മനസ്സുകൾ ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ചേഞ്ച് ആവും. ദാറ്റ്സ് ദി പവർ ഓഫ് ഫുഡ്. ഡിറക്റ്റ് ഇമ്പാക്റ്റ്. ശാന്തമായി ഇരുന്നു കൊണ്ട് പാകം ചെയ്ത ഭക്ഷണം അത് കഴിക്കുന്നവരുടെ മനസ്സുകളെയും ശാന്തമാക്കുന്നു. അശാന്തമായ, അസ്വസ്ഥമായ മനസ്സോടെ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് കഴിക്കുന്നവരുടെ മനസ്സുകളിലും എങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾ അപ്സെറ്റ് ആവുകയാണ് എന്ന് തോന്നുമ്പോൾ, അന്ന് നിങ്ങൾക്കായി ഭക്ഷണം ഉണ്ടാക്കിയവരോട് ഇന്ന് അവരുടെ മനസ്സ് എങ്ങനെയാണ് ഉള്ളത് എന്ന് ചോദിക്കുക. അവരുടെ മറുപടിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അസ്വസ്ഥമായ മനസ്സോടെ ഒരിക്കലും ഭക്ഷണം പാകം ചെയ്യരുത്. നെവർ എവർ. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ആദ്യം കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുക. മനസ്സിലുള്ളതിനെ റിലീസ് ചെയ്യുക. മനസ്സിനെ നിശബ്ദമാക്കുക. എന്നിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുക. ആ ഭക്ഷണം അത് കഴിക്കുന്നവരുടെ മനസ്സുകൾക്ക് ശാന്തിയും ശരീരത്തിന് ആരോഗ്യവും നൽകുന്നു. വീട്ടിലെ ഓരോ മെമ്പർക്കും ഇത് ലഭിക്കുന്നു. മാത്രമല്ല, സ്വന്തം ആന്തരിക ശക്തിയെ കുറയ്ക്കുന്ന ഏത് കാര്യത്തെയും വേണ്ടെന്ന് വയ്ക്കാനുള്ള ശക്തിയും അവർക്ക് ലഭിക്കുന്നു. സോൾ പവർ കുറയ്ക്കുന്ന ഏത് കാര്യത്തെയും ക്വിറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നു. സോൾ പവർ കുറയ്ക്കുന്ന ഒരു വസ്തുവും എനിക്ക് നല്ലതല്ല, നോട്ട് ഗുഡ് ഫോർ മീ. ദിവസേന ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആരംഭിക്കുമ്പോൾ, ഡെയിലി സ്റ്റഡി, മെഡിറ്റേഷൻ എന്നിവയുടെ ഒരു ലൈഫ് സ്റ്റൈൽ തുടങ്ങുമ്പോൾ, ഈ 8 ശക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു. എന്നാൽ നമ്മൾ എന്താണോ കാണുകയും കേൾക്കുകയും വായിക്കുകയും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്, ഈ 5 കാര്യങ്ങൾ അത് ഹൈ വൈബ്രേഷനിൽ ഉള്ളതാവണം. ഈ 5 കാര്യങ്ങളാണ് നോക്കേണ്ടത്. വാട്ട് വി വാച്ച്, റീഡ്, ലിസൺ, ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. മീഡിയയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും നമ്മുടെ ചിന്തകളെ ഡയറക്റ്റായി സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അവ നമ്മുടെ ചിന്തകളെ മാത്രമല്ല, വാക്കുകളെയും പെരുമാറ്റങ്ങളെയും കൂടി സ്വാധീനിക്കും. മീഡിയയും സോഷ്യൽ മീഡിയയുമാണ് നമ്മുടെ ഇമോഷണൽ ഡയറ്റ്. എൻ്റെ ഇമോഷണൽ ഹെൽത്തിനെ ചേഞ്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ഇമോഷണൽ ഡയറ്റ് എന്താണ് എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഭയവും നിസ്സഹായതയും അക്രമങ്ങളും നിറഞ്ഞ കണ്ടൻസാണ് ഞാൻ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെയായി മാറുമെന്ന് സംശയമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങളെല്ലാവരും വളരെ ശാന്തമായ, സമാധാനമായ കണ്ടൻസാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സുഖമായ, ശാന്തി നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ വൈബ്രേഷൻസ് കൊണ്ട് എനർജൈസ് ചെയ്ത ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചിരുന്നത്. അതാണ് നിങ്ങളും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത്.
ഇങ്ങനെ ഫീൽ ചെയ്യുന്നതിനായി എത്ര സമയം വേണ്ടി വന്നു എന്ന് നോക്കൂ. ലെസ് ദാൻ 7 days. 7 ദിവസം പോലും ഇതിനു വേണ്ടി വന്നില്ല. നമ്മുടെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത് ചേഞ്ച് ചെയ്യാൻ അത്ര സമയമേ ആവശ്യമുള്ളൂ. മെൻ്റൽ ഹെൽത്തിനെ ചേഞ്ച് ആക്കാൻ അത്ര കുറച്ച് സമയമേ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളൂ.